ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി. എൻ്റെ പേര് ഐവിൻ സെബാസ്റ്റ്യൻ എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എന്നെ ഇവിടെ സാക്ഷിയാക്കി നിർത്തിയ അമ്മയ്ക്ക് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഞാൻ 2023 മുതൽ ജർമ്മൻ ഭാഷ പഠിച്ചു തുടങ്ങിയതാണ്. അങ്ങനെ ഒരു വർഷത്തെ പഠന ശേഷം ഞാൻ എക്സാം എഴുതാൻ തുടങ്ങി. എല്ലാവരെ പോലെയും ഭാഷ എനിക്ക് ഭയങ്കര പാടായിരുന്നു. അങ്ങനെ എക്സാം ഞാൻ എഴുതി. നല്ലോണം പഠിച്ചിട്ടൊക്കെയാണ് എക്സാം എഴുതിയത്. ആദ്യം 2 മൊഡ്യൂളാണ് എഴുതിയത്. സ്പീക്കിങ്ങും അതുപോലെ തന്നെ റൈറ്റിങ്ങുമാണ് ചെയ്തത്. അപ്പോൾ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. എക്സാം ഭയങ്കര ഇതെന്തായാലും പാസ്സാകും എന്ന ഉറപ്പിലാണ് ഞാൻ എഴുതിയതും ഇറങ്ങിയതൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. റിസൾട്ട് വന്നു. അപ്പോൾ ഞാനൊരു മാർക്കൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, നല്ലോണം പാസ്സാവുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ വിചാരിച്ചതുപോലെ മാർക്കും കിട്ടിയില്ല, ഞാൻ തോൽക്കുകയും ചെയ്തു. അപ്പോൾ ആകെ വിഷമത്തിലായി. കാരണം ഞാൻ അത്ര നല്ല മാർക്ക് പ്രതീക്ഷിച്ചതാണ്, അത്ര നല്ലോണം എഴുതിയതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മച്ചി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ വിഷമിച്ചിരിക്കണ്ട, നീ കൃപാസനത്തിൽ ചെല്ലാ, ഉടുമ്പടി എടുക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മച്ചിയുടെ വാക്ക് കേട്ടുകൊണ്ട് ഞാൻ 2024 ഓഗസ്റ്റ് 18-ാം തീയതി ഞാനിവിടെ വന്നു. ഉടുമ്പടി എടുത്തു കഴിഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയിലേക്ക് വന്നു. 2 ആഴ്ച കൂടുമ്പോൾ തൊട്ട് കുമ്പസാരം തുടങ്ങി, ഡെയിലി കുർബാന കാണാൻ തുടങ്ങി, ഡെയിലി കുടുംബ പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു, എക്സാം എഴുതി. ഞാൻ 3 മൊഡ്യൂൾ ഞാൻ പാസ്സായി. അപ്പോഴും ഒരു മൊഡ്യൂൾ ഞാൻ തോറ്റു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറൊന്നുമല്ല, ആ മൊഡ്യൂൾ തോറ്റത് എന്നെ അമ്മയുടെ അടുത്തേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി ആയിരിക്കുള്ളൂ എന്നാണ് വിചാരിച്ചത്. അങ്ങനെ വിശ്വസിച്ചു. അങ്ങനെ വീണ്ടും എക്സാം എഴുതാൻ വേണ്ടി ഞാൻ ഡേറ്റുകൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഡേറ്റുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഡേറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ച് ഡേറ്റ് കിട്ടി. അങ്ങനെ എക്സാം എഴുതാൻ പോയി. ഈ 2 എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഉടുമ്പടി തൈലവും ഉപ്പുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ സ്പീക്കിങ്ങിൻ്റെ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായത്, പഠിച്ച ടോപ്പിക്ക് ഒന്നും വന്നിട്ടില്ല, കിട്ടിയ ടോപ്പിക്കായിട്ട് മനസ്സിലായിട്ടുമില്ല, എന്താ പറയേണ്ടതെന്നും അറിയില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ ഇതെനിക്ക് ടോപ്പിക്ക് അറിയില്ല, ഞാൻ എന്തിട്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, ഞാൻ എന്തായാലും കയറാൻ പോവുകയാണ് എക്സാമിന്, വീണ്ടും എന്നെ ഒരു എക്സാം എഴുതാൻ ഇടവരത്തല്ലെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എക്സാമിന് ചെന്നു. ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്കൊരു പിടിയില്ല. ഞാൻ എക്സാം ഏകദേശം ഒരു 15 മിനിറ്റോളം സ്പീക്കിംഗ് എക്സാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. എല്ലായ്പ്പോഴും എക്സാം കഴിയുമ്പോഴും എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഞാൻ പാസ്സാകും, എളുപ്പമാണെന്നൊരിത്. പക്ഷേ ഈ സ്പീക്കിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഞാൻ തോക്കും, വീണ്ടും വരേണ്ടി വരും എന്നൊരു വിശ്വാസമായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോഴും ഞാൻ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അമ്മ എന്നെ ജയിപ്പിച്ച് തരണമേന്ന്. അങ്ങനെ റിസൾട്ട് വരാൻ 1 മാസമാണ് സാധാരണ എടുക്കണമെങ്കിലും എൻ്റെ അവസ്ഥയിൽ ഇപ്പോൾ വന്നപ്പോൾ 1.5 മാസത്തോളം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വന്നപ്പോൾ തോക്കുമെന്ന് വിചാരിച്ചിരുന്ന ആ ഒരു പേപ്പർ, എന്താ പറഞ്ഞതെന്ന് പോലും അറിയാത്ത പേപ്പർ, ഞാൻ പാസ്സായി കഴിഞ്ഞ് അതിന് സന്തോഷത്തിലിരിക്കുന്ന സമയത്താണ് അടുത്തൊരു വർഷമായിട്ട് വന്നത്. അതായത് സർട്ടിഫിക്കറ്റിൽ മിസ്റ്റേക്ക് വന്നു. അപ്പോൾ സർട്ടിഫിക്കറ്റിൽ മിസ്റ്റേക്ക് വന്നപ്പോൾ എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടത്. കാരണം ജർമ്മനിയിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് വന്നേക്കുന്നത്. അങ്ങനെ എക്സാം സെൻറ്ററിലേക്ക് വിളിച്ചു, പലരെയും വിളിച്ചൊക്കെ ചോദിച്ച് അവസാനം അവർ പറഞ്ഞു ഒരു മെയിലിലേക്ക്, അവരുടെ ജിമെയിലിലേക്ക് മെയിൽ അയക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു പ്രതീക്ഷയില്ലാണ്ടാണ് ഞാനത് മെയിൽ അയച്ചത്. അപ്പോഴും പ്രാർത്ഥന മുടക്കില്ലായിരുന്നു, പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു എല്ലാ പ്രാർത്ഥനകളും. അങ്ങനെ അവസാനം എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് ശരിയാക്കി കിട്ടി. അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ പാസ്സാക്കി. അതുപോലെ തന്നെ എനിക്ക് വിസ വന്നു. ഞാൻ ഈ മാസം 30-ാം തീയതി ജർമ്മനിയിലേക്ക് പോവുകയാണ്. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഇത് ഞാൻ ഒറ്റയ്ക്ക് നേടിയെടുത്തതല്ല, എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചതാണ്, എൻ്റെ ഈശോ എന്നെ അനുഗ്രഹിച്ചതാണ്. ഈശോയുടെ അടുത്ത് നിന്ന് എനിക്ക് മേടിച്ച് തന്നതാണ് ഈ ജർമ്മൻ വിസ. നമ്മൾ ഒറ്റയ്ക്ക് എന്തായാലും ഇത് പാസ്സാകാൻ പറ്റുമെന്ന് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ എക്സാം തോറ്റു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ഒറ്റയ്ക്ക് നടക്കില്ല. അവസാനം എനിക്ക് അമ്മയും എൻ്റെ അപ്പച്ചനും, അതായത് ഈശോ എനിക്ക് മേടിച്ചു തന്നാണ് ഈ വിസ. ഉടുമ്പടി സമയത്ത് ഞാൻ എൻ്റെ വീടിനടുത്തുള്ളൊരു വൃദ്ധരായ അപ്പച്ചന്മാർ താമസിക്കുന്നൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ടായിരുന്നു. അവിടെ പോയി അവരെ കുളിപ്പിക്കാനൊക്കെ സഹായിക്കുമായിരുന്നു. കൃപാസന പത്രം എല്ലായിടത്തും കൊടുക്കുമായിരുന്നു. അങ്ങനെ എനിക്കിപ്പോൾ എൻ്റെ വിസ കിട്ടി, ടിക്കറ്റ് റെഡിയായി, ഞാൻ പോവുകയാണ്. ഇത് എനിക്ക് നൽകാൻ അനുഗ്രഹിച്ച എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി. ഉടുമ്പടിക്ക് ശേഷം ഞാൻ ദിവസേന കുർബാനയ്ക്ക് പോയി തുടങ്ങി. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിച്ചു. ആഴ്ചയിൽ ഒരു ദിവസം ഉടുമ്പടി ധ്യാനം കൂടിയിരുന്നു. അതുപോലെ തന്നെ ഉപവാസം എടുത്തിരുന്നു. ഇനിയും ജർമ്മനി ചെന്നാലും ഈ ഒരു ജീവിതത്തിലേക്ക് തുടരാൻ എന്നെ ദൈവം അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകുന്ന വഴി ഞാൻ കാണിച്ചു തരും. ജോഷുവയുടെ പുസ്തകത്തിൽ നിന്ന് 3-ാം അധ്യായം 4-ാം വചനമാണ്.
നമ്മൾ ഒരിക്കലും നേരത്തെ കണ്ടു പരിചയമില്ലാത്ത പുതിയ സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വിദ്യാഭ്യാസമായാലും രോഗാവസ്ഥയായാലും ജോലിക്കാര്യമായാലും എല്ലാം പുതിയ പുതിയ സാഹചര്യങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ പോകുന്നത്. മനുഷ്യരാശി ഇതിനു മുൻപ് പോകാത്ത, ഒരിക്കലും കാണാത്ത വഴികളിലൂടെയാണ് അറിയാത്തതും കാണാത്തതുമില്ലാത്ത യാത്ര ചെയ്യുമ്പോൾ ദൈവം മാത്രമാണ് നമ്മുടെ ഒരു ആശ്രയം, നമ്മുടെ അഭയം. ഇന്നിൻ്റെ അവസ്ഥകളിൽ നമ്മുടെ കരം പിടിച്ച് നമ്മുടെ മുന്നോട്ട് നയിക്കുന്നത് ഒരുപക്ഷെ ഉടമ്പടി ജീവിതമായിരിക്കാം. നീ അറിയാത്ത വഴിയിലൂടെ, ഒരു പുതിയ വഴികളിലൂടെ ഞാൻ നിന്നെ നടത്തുമെന്നും പറഞ്ഞാൽ ഒരു ആധ്യാത്മികതയാണ് ഇന്നിൻ്റെ ഒരു ആവശ്യകതയാണ് ഉടമ്പടി. അറിയാത്ത വഴിയിലൂടെ പോകുവാനുള്ള, യാത്ര ചെയ്യുവാനുള്ള ആത്മീയ ധൈര്യം നൽകുന്ന ഒരു ആത്മീയ പദ്ധതിയാണ് ഉടമ്പടി. ഉടമ്പടിയിൽ ദൈവത്തെ മുൻപാക്കി നടന്നു പോകുവാനുള്ള ഒരു ആത്മീയ തീരുമാനമാണ്. നമ്മുടെ ജീവിതം പലപ്പോഴും പുതിയ വഴികളിലൂടെയാണ് നമുക്ക് മുന്നിലുള്ളത്. എന്താണെന്ന് നമുക്കറിയില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. കാരണം ദൈവമുണ്ട് നമ്മുടെ കൂടെ, പരിശുദ്ധ അമ്മയുണ്ട് നമ്മുടെ കരം പിടിച്ച് നമ്മെ സംരക്ഷിക്കുവാൻ. ഉടമ്പടിയിൽ ദൈവത്തെ മുൻപാക്കി നടക്കുവാനുള്ള ഒരു ആത്മീയ തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വലിയ ദൈവിക അനുഭവമാണ് ഐവിൻ സെബാസ്റ്റ്യൻ എന്ന മകൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ആദ്യം ജർമ്മൻ എക്സാം പഠിക്കാൻ പോയപ്പോഴും, പരീക്ഷ എഴുതാൻ പോയപ്പോഴും നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് അതിനുള്ള മെറിറ്റ് ഉണ്ട്, ഐ ക്യാൻ പാസ് ഇറ്റ്, ഐ ക്യാൻ ഗെറ്റ് ഗുഡ് റിസൾട്ട് എന്നുള്ള ഒരു വിചാരമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ മകന് പരീക്ഷ എഴുതാനായിട്ട് ജർമ്മൻ പരീക്ഷ എഴുതാൻ പോയതും പിന്നീട് മനസ്സിലായത് ഈശോയുടെയും അമ്മയുടെയും കൃപയുണ്ടെങ്കിൽ എന്ത് സാധിക്കുമെന്നുള്ളതും. പിന്നീട് വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി വസ്തുക്കളായ, നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും, നേർച്ച വസ്തുക്കളായ ഉപ്പും ഉപയോഗിച്ച് ഇൻ്റർവ്യൂവിന് പോയപ്പോഴും പരീക്ഷയ്ക്ക് പോയപ്പോഴൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുകയും അമ്മയുടെയും കൃപ ഈ മകന് ലഭിക്കുകയും ചെയ്തത്. അമ്മ നമ്മെ ദൈവത്തിൻ്റെ വഴിയിൽ നയിക്കുന്ന അമ്മയാണ്. അവൻ പറയുന്ന പോലെ ചെയ്യുക എന്നാണ് അമ്മ നമ്മളോട് പറയുന്നത്. മുന്നോട്ട് പോകുന്ന ദൈവത്തെ പിന്തുടരാനാണ് പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. പിന്നീടുള്ള എല്ലാ കാര്യവും ഈശോ അമ്മയെ അങ്ങ് ഏറ്റെടുക്കുകയാണ്. സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്. ഈ മകൻ്റെ സർട്ടിഫിക്കറ്റിൽ മിസ്റ്റേക്ക് വന്നപ്പോഴും അമ്മ തന്നെ ഇടപെട്ട് പെട്ടെന്ന് ആ തെറ്റുകൾ തിരുത്തി പുതിയ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കുകയായിരുന്നു. അവിടെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവുമാണ് ഈ മകന് മനസ്സിലാക്കിയത്. പിന്നീട് പറഞ്ഞത് എനിക്ക് ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്, കാരണം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. അതുപോലെ തന്നെയാണ് ഈ മകനും. മെറിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം തന്നെ എല്ലാ മൊഡ്യൂളും പാസ് ചെയ്യുമായിരുന്നു. പക്ഷേങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം എത്രയും പെട്ടെന്ന് എല്ലാ പേപ്പറും മൊഡ്യൂളും ക്ലിയർ ആക്കാൻ സാധിച്ചെങ്കിൽ ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ പുതിയ വഴിയിലൂടെ ആയിരിക്കാം നമ്മെ നയിക്കുന്നത്. ഉടമ്പടിയിൽ വിശ്വാസത്തോടെ ദൈവം നമുക്ക് മുൻപേ ഉണ്ടെന്നും സമർപ്പണത്തോടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ പിടിച്ച് അനുസരണയോടെ ദൈവം കാണിക്കുന്ന വഴിയിലൂടെ നമുക്ക് മുൻപോട്ട് നയിക്കാം. ഈ വഴി എനിക്ക് പുതിയതാണ്, പക്ഷെങ്കിൽ ദൈവത്തിന് പുതിയതല്ല എന്ന വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ഐവിൻ സെബാസ്റ്റ്യന് കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന്, പ്രത്യേകിച്ച് ഈ മകൻ ഈ മാസം ജർമ്മനിക്ക് പോവുകയാണ്, മാർച്ച് 30 ഈ മകന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.